വളരെ കഷ്ടമാണ്. കാര്യം ഒരു ചെറുപ്പക്കാരൻ, അത് നമുക്കറിയാമല്ലോ, അവരുടെ അച്ഛനും അമ്മയൊക്കെ എന്തുമാത്രം ഇന്ന് ദുഃഖിക്കുന്നുണ്ടാവും. കാര്യം നമ്മൾ ടൂ വീലർ ഓടിക്കുന്ന ഏവരുടെയും ഉത്തരവാദിത്തമാണ് ഹെൽമെറ്റ് തലയിൽ വെക്കുക, അതേമാതിരി ചിൻ സ്ട്രാപ്പ് ഘടിപ്പിക്കുക. കാര്യം പലപ്പോഴും 65% റോഡ് അപകടങ്ങളുടെയും പ്രധാനപ്പെട്ട കാരണം ടൂ വീലർ ഓടിക്കുന്നവരുടെ ഹെഡ് ഇഞ്ചുറിയാണ്. ആ ഹെഡ് ഇഞ്ചുറിയിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടണമെങ്കിൽ ഹെൽമെറ്റ് ഉണ്ടായിരിക്കണം. അത് ISI മാർക്കായിരിക്കണം. ക്വാളിറ്റി ടൈപ്പ് ഓഫ് എന്ന് വെച്ചാൽ ഇച്ചിരി വില കൂടിയ ഹെൽമെറ്റ് ആയാലും നമ്മുടെ ജീവൻ രക്ഷിക്കാൻ ഉതകുന്നതായിരിക്കും. അപ്പൊ ഒരിക്കലും പൊതുനിരത്തിലൂടെ ഓടുന്ന വാഹനത്തിന്റെ തൊട്ട് പിന്നാലെ പിടിച്ചില്ല എന്നുള്ളത് ടൂ വീലർ ഓടിക്കരുത്. അതേപോലെ ലെഫ്റ്റ് സൈഡിൽ കൂടെ ഓവർടേക്ക് ചെയ്യരുത്. റൈറ്റ് സൈഡിലും അതേമാതിരി എതിരെ വാഹനങ്ങൾ വരാൻ സാധ്യതയുള്ളതുകൊണ്ട് കഴിവതും ഒരു സേഫ് ഡിസ്റ്റൻസ് കീപ്പ് ചെയ്ത് ഹെൽമെറ്റ് തലയിൽ വെച്ച് ചിൻ സ്ട്രാപ്പ് ഇട്ട് മര്യാദയ്ക്ക് വണ്ടി ഓടിക്കുകയാണെങ്കിൽ ഈ അപകടം നമുക്ക് ഒഴിവാക്കാൻ പറ്റുന്നതായിരുന്നു. പിന്നെ വർത്തമാനം പറഞ്ഞു ഓടിക്കുക, ആരെയും കെയർ ചെയ്യാതിരിക്കുക, സ്വന്തം ജീവന് സുരക്ഷ കൊടുക്കാതിരിക്കുക. അപ്പൊ സുരക്ഷാ ബോധം ഇല്ലായ്മയാണ് ആ കുഞ്ഞുങ്ങൾ അപകടത്തിൽപ്പെട്ടതും അതിനകത്ത് ആ പയ്യന്റെ മരണത്തിൽ കലാശിച്ചത്. അതീവ ദുഃഖമുണ്ട് എനിക്ക്. കാര്യം സ്കൂൾ തലത്തിൽ റോഡ് സേഫ്റ്റി പഠിപ്പിക്കണമെന്ന് എന്നും പറയുന്ന ഒരാളാണ് ഞാൻ. ഇപ്പൊ ഇത് പഠിപ്പിച്ചിരുന്നെങ്കിൽ ആ കുട്ടിയുടെ തലയിൽ ഹെൽമെറ്റ് ഉണ്ടായിരുന്നേനെ. കാര്യം നമ്മൾ എത്ര തന്നെ ശിക്ഷ കൊടുത്താൽ തന്നെയും അവരിൽ ഒരു സുരക്ഷാ ബോധം ഉണ്ടാക്കിയെടുക്കാൻ സർക്കാർ ശ്രമിക്കണം. ഇനിയെങ്കിലും റോഡ് സുരക്ഷ ഹൈസ്കൂൾ തലത്തിലെങ്കിലും പഠിപ്പിച്ച് നമ്മുടെ യുവാക്കളെ സംരക്ഷിക്കാൻ, അവരുടെ ജീവൻ രക്ഷിക്കാൻ സർക്കാർ മുന്നോട്ട് വരണം. അതേപോലെ തന്നെ അച്ഛനും അമ്മയും ബൈക്ക് വാങ്ങി കൊടുക്കുമ്പോൾ ഹെൽമെറ്റ് നിർബന്ധമായും വെക്കണം എന്ന് അവരെ കമ്പൽ ചെയ്യണം. കാര്യം ഹെൽമെറ്റ് ഉണ്ടായിരുന്നെങ്കിൽ ആ പാവം പയ്യൻ ഇന്നിപ്പോ നമ്മുടെ കൂടെ ജീവനോടെ ഉണ്ടായേനെ. തീർച്ചയായും ഹെൽമറ്റ് ധരിക്കേണ്ടത് നിർബന്ധമാണ്. പലതവണ നമ്മളൊക്കെ അത് സംസാരിക്കുന്നതുമാണ്. അതുപോലെ തന്നെ ഈ വന്ന ഇരുചക്ര വാഹനം ഇവർ അമിത വേഗതയിലാണ് വന്നതെന്നുമാണ് ഈ ദൃക്സാക്ഷികൾ പറയുന്നത്. അതായത് മുന്നിൽ വന്ന വാഹനം പെട്ടെന്ന് നിർത്തിയപ്പോൾ ഈ വാഹനവും സഡൻ ബ്രേക്ക് ഇട്ടപ്പോൾ ഈ ബാക്കിലിരുന്ന വിദ്യാർത്ഥി തെറിച്ചു വീഴുകയായിരുന്നു. അതെ, കാരണം ഈ ടൂ വീലറിന്റെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് അതിന്റെ ടയറിന്റെ വിട്ട് 3 ഇഞ്ച് കൂടുതൽ ഇല്ല. അതേസമയം മറ്റു വാഹനങ്ങൾ, ഇപ്പൊ മുന്നേ പോയ വാഹനം അതിന്റെ ടയറിനും മറ്റും ഒരു ടയറിന് തന്നെ ഏകദേശം 10 ഇഞ്ചോളം വിട്ടുണ്ട്. അപ്പൊ അതിന് 6 ടയർ ഉണ്ടെങ്കിൽ 60 ഇഞ്ചോളം റബ്ബർ റോഡിലുണ്ടാവും. അത് എയർ ബ്രേക്ക് ആയിരിക്കും, ABS ഉണ്ടാവും. ചവിട്ടിയാൽ അവിടെ നിൽക്കും. അപ്പൊ നമുക്ക് ടൂ വീലർ ഓടിക്കുന്നവർ ദയവ് ചെയ്ത് ശ്രദ്ധിക്കേണ്ടത്, നിങ്ങളുടെ ബ്രേക്കിംഗ് എഫിഷ്യൻസി മറ്റു വാഹനത്തിനേക്കാൾ വളരെ വളരെ കുറവാണ്. അപ്പൊ കഴിവതും ഒരു 10 മീറ്റർ എങ്കിലും നിങ്ങൾ ഗ്യാപ്പ് ഇട്ടിട്ട് സേഫ് ഡിസ്റ്റൻസ് കീപ്പ് ചെയ്ത് വേണം ഒരു വാഹനത്തിനെ ഫോളോ ചെയ്യാൻ. അപ്പോ അങ്ങനെ ഫോളോ ചെയ്തിരുന്നെങ്കിൽ ഈ വാഹനത്തെ ഇടിക്കുകയോ ആള് തെറിച്ച് വീണ് എതിരെ വന്ന വണ്ടിയുടെ അടിയിൽ പെടുകയോ ചെയ്യില്ലായിരുന്നു. ഇതെല്ലാവരും ശ്രദ്ധിക്കുക. ഇത് പ്രേക്ഷകർ ദയവ് ചെയ്ത് നിങ്ങൾ ഒരാൾ കേൾക്കുന്നുണ്ടെങ്കിൽ ഇത് 10 പേരിലേക്ക് എത്തിക്കുക, 10 പേരെ 100ലേക്ക് എത്തിക്കുക. എങ്കിൽ മാത്രമേ നമുക്ക് ഈ യുവാക്കളെ രക്ഷപ്പെടുത്താൻ പറ്റുള്ളൂ. കാര്യം ആ തിളപ്പ്, ചെറുപ്പത്തിന്റെ തിളപ്പിൽ മേ ബി ഷോർട്ട് ഡിസ്റ്റൻസ് പോവാണ്, ഹെൽമെറ്റ് എന്തിനാന്നൊക്കെ ചിന്തിക്കും. പക്ഷേ 1 കിലോമീറ്റർ ഓടണം എങ്കിൽ തന്നെ ഹെൽമെറ്റ് തലയിൽ വേണം. അതൊരു മസ്റ്റായിട്ട് നമ്മൾ നമ്മുടെ ഒരു ഹാബിറ്റാക്കി മാറ്റി എടുത്തില്ലെങ്കിൽ ഇത്തരം ദുരന്തങ്ങൾ നമ്മൾ എല്ലാ ദിവസവും സംസാരിക്കേണ്ട ദയനീയ സ്ഥിതിയിലേക്ക് വരും. അതുപോലെ തന്നെ മറ്റൊരു സമാനമായ സംഭവമല്ല മറ്റൊരു അപകടം നടന്നിരിക്കുന്നത് പത്തനംതിട്ടയിലാണ്. അതായത് ഈ ബസ് സ്റ്റോപ്പിൽ ബസ് കാത്തു നിൽക്കുകയായിരുന്നു വൃദ്ധ. എന്നാൽ ഈ ഒരു അമിത വേഗതയിലെത്തിയ കാറ് നിയന്ത്രണം വിട്ട് ഇടിച്ചു കയറുകയായിരുന്നു. അതിന്റെ ദൃശ്യങ്ങളൊക്കെ നമുക്ക് ലഭ്യമായിട്ടുണ്ട്. ഒരുപക്ഷെ ഒരു തരത്തിൽ പറഞ്ഞാൽ വലിയൊരു അപകടം തന്നെയാണ് ഒഴിവായത്. അതൊരു ബസ് കാത്തു നിൽക്കുന്ന സ്ഥലമാണ് എല്ലാവരും. എന്നാൽ അവിടേക്ക് കൂടുതൽ ആളുകൾ ഉണ്ടായിരുന്നു എങ്കിൽ ഒരുപക്ഷെ അപകടത്തിന്റെ വ്യാപ്തി തന്നെ വളരെയധികം വലുതായേനെ. ആ ഒരു കാറ് വരുന്ന രീതി അങ്ങനെയായിരുന്നു. അതെ, വളരെ. ഞാൻ ആ വീഡിയോ കണ്ടു. എന്ത് ഭയങ്കര അമിത വേഗത്തിലും അപകടകരമായ ഡ്രൈവിംഗ് ആണ് ആ കാറുകാരൻ ചെയ്തത്. പിന്നെ ബസ് കാത്തു നിൽക്കുന്ന ജനങ്ങളോട് എനിക്ക് അപേക്ഷിക്കാനുള്ളത്, ബസ് കാത്തു നിൽക്കുന്നത് ഒരിക്കലും റോഡിലേക്കാവരുത്. ആ 75 വയസ്സുള്ള അമ്മച്ചി ബസ് സ്റ്റോപ്പിനകത്ത് കയറി, ബസ് ഷെൽട്ടർ ഉണ്ട് അവിടെ, ഈ മല്ലപ്പള്ളി സ്ഥലത്ത് ബസ് ഷെൽട്ടർ ഉള്ള ബസ് സ്റ്റോപ്പാണ്. അപ്പൊ ബസ് ഷെൽട്ടറിനകത്തേക്ക് കയറി നിൽക്കുകയും ബസ് വരുമ്പം അല്പം ഇറങ്ങി കൈ കാണിച്ച് നിർത്തി ബസ്സിനകത്ത് കയറി പോവുകയാണ് അത്യുത്തമം. ദയവ് ചെയ്ത് എല്ലാവരോടും ഞാൻ പറയുകയാണ്, നമുക്ക് ഇങ്ങനെ മരണനിരക്ക് കൂട്ടിക്കൊണ്ടുപോകാൻ പറ്റില്ല.
ബസ് സ്റ്റോപ്പിൽ ചില ഡിസിപ്ലിൻ ഉണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഡിസിപ്ലിൻ എന്ന് പറയുന്നത് ബസ് സ്റ്റോപ്പ് എന്ന് പറയുന്ന ഷെൽട്ടറുള്ള ബസ് സ്റ്റോപ്പിലാണെങ്കിൽ നിങ്ങൾ ബസ് സ്റ്റോപ്പിനകത്ത് തന്നെ കയറി ഇരിക്കണം. ഇരുന്നിട്ട് നമുക്ക് പോകേണ്ട ബസ് വരുമ്പോൾ അല്പം മുന്നോട്ടാഞ്ഞിട്ട് കൈ കാണിച്ച ബസ് സ്റ്റോപ്പിൽ തന്നെ നിർത്തും. അങ്ങനെ കിട്ടാത്തതിന് പകരം നമ്മൾ റോഡിൽ ഈ കാരേജ് വേയിലേക്ക് ഇറങ്ങി നിന്ന് കഴിഞ്ഞാൽ ഇങ്ങനെ ലക്കും ലഗാനും ഇല്ലാതെ മദ്യപിച്ച് വരുന്നവര്, ഇപ്പൊ നമ്മുടെ നാട്ടിൽ മദ്യപിച്ച് വരുന്നവര് ധാരാളമുണ്ട്. പിന്നെ മയക്കുമരുന്ന് അടിച്ചിട്ട് വരുന്ന ഡ്രൈവർമാർ ധാരാളമുണ്ട്. അപ്പൊ അമിത വേഗതയിൽ വരുന്ന വാഹനങ്ങൾ നമ്മളെ എപ്പോ ഇടിക്കുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മുടെ സുരക്ഷയെ കരുതി ബസ് സ്റ്റോപ്പ് ഡിസിപ്ലിൻ പാലിക്കുക. ബസ് സ്റ്റോപ്പ് ഡിസിപ്ലിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബസ് സ്റ്റോപ്പിനകത്ത് കയറി നമ്മൾ നിൽക്കണം, കാത്തു നിൽക്കണം. എന്നിട്ട് ബസ് വരുമ്പോൾ ഞാൻ മുമ്പേ പറഞ്ഞ പോലെ അതേപോലെ ബസ് ഡ്രൈവർമാര് ബസ് സ്റ്റോപ്പിന്റെ നടുവിൽ, അതായത് റോഡിന്റെ നടുവിലല്ല നിർത്തേണ്ടത്. പരമാവധി ഇടതുവശത്തേക്ക് ഒതുക്കി നിർത്തി പ്രായമുള്ളവർ കയറാനും അവർ ഇറങ്ങാനുമുള്ള, പ്രത്യേകിച്ച് സ്ത്രീകളെ സഹായിക്കാൻ ബസ് ഡ്രൈവർമാരും ശ്രമിക്കണം. എപ്പോഴും പൊതുനിരത്തിൽ അപകടം ഉണ്ടാകും എന്നുള്ള ഒരു മുൻകരുതൽ നമ്മുടെ മനസ്സിലുണ്ടാകണം. അതനുസരിച്ച് പ്രവർത്തിച്ചേ മതിയാവും. ദാരുണമായ അപകടങ്ങളല്ലേ ഈ കാണുന്നതെല്ലാം. ഇതെല്ലാം നമ്മളുടെ ചെറിയ കുറ്റം കൊണ്ടാണ് വലിയ അപകടങ്ങളിലേക്ക് നമ്മൾ എത്തുന്നത്. അപ്പൊ ഈ ബസ് സ്റ്റോപ്പിൽ നിൽക്കുന്നവരും ആ അമ്മച്ചിയോട് പറയണം, ചേച്ചി കയറി നിൽക്ക്, അകത്തോട്ട് കയറി നിൽക്ക് എന്ന് പറയാനുള്ള ഒരു പൊതുബോധം നമ്മൾ വളർത്തിയെടുക്കണം. നമ്മളുടെ ഓരോരുത്തരുടെയും ശ്രമഫലമായിട്ട് ഇനി അപകടങ്ങൾ കുറയ്ക്കാൻ നമുക്ക് പറ്റുള്ളൂ. തീർച്ചയായും അങ്ങനെ തന്നെയാണ്. അതുപോലെ തന്നെ ഈ ബസ് കാത്തുനിൽപ്പ് കേന്ദ്രങ്ങൾ അതില്ലാത്തതും ഒരു വലിയ പ്രശ്നം തന്നെയല്ലേ? കാരണം പലയിടത്തും ഒരു സുരക്ഷയുള്ളൊരു ബസ് കാത്തുനിൽപ്പ് കേന്ദ്രം ഇപ്പോഴും പലയിടത്തും ഇല്ലാത്തൊരു സാഹചര്യമുണ്ട്. അങ്ങനെയാണ് ഈ ആളുകൾ പുറത്തേക്കൊക്കെ നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത്. ആ ഒരു കാര്യങ്ങളിൽ കൂടെയൊക്കെ ഒരു സജ്ജീകരണങ്ങളൊക്കെ ഉണ്ടാകേണ്ടതല്ലേ? തീർച്ചയായിട്ടും താങ്കൾ പറഞ്ഞത് വളരെ ശരിയാണ്. കാര്യം മഴയും വെയിലും ഏറ്റ് പൊതുനിരത്തിൽ റോഡ് അപകടങ്ങൾ ഉണ്ടാക്കുന്ന രീതിയിൽ ബസ് കാത്ത് നിൽക്കുന്നതിന് പകരം ബസ് ഷെൽട്ടറുകൾ പണിയാനായിട്ടുള്ള ഫണ്ട് MLA-മാർക്ക് ഗവൺമെന്റ് കൊടുക്കുന്നുണ്ട്. കൂടാതെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ അവർക്ക് സ്വന്തമായിട്ട് പഞ്ചായത്തിനായാലും മുനിസിപ്പാലിറ്റിക്കായാലും വളരെയേറെ വീതി കൂടിയ സ്ഥലത്ത്, കൊടും വളവിലല്ലാത്ത സ്ഥലത്ത് ബസ് ഷെൽട്ടറുകൾ പണിയാം. അതിനകത്ത് അല്പം ലൈറ്റും കൂടെ പിടിപ്പിച്ചു കഴിഞ്ഞാൽ സ്ത്രീകൾക്ക് അല്പം രാത്രിയായാലും സുരക്ഷിതമായി നിർത്താം. പിന്നെ പറ്റുമെങ്കിൽ ഒരു ക്യാമറയെ അതിനകത്ത് പിടിപ്പിക്കാം. അങ്ങനെ നമ്മുടെ ജീവിതം സുരക്ഷിതമാക്കാനും നമ്മുടെ നാട് പുരോഗതിയിലേക്കാണ് പോകുന്നതെന്ന് നമുക്ക് ഒരു സ്വബോധം ഉണ്ടാകണമെങ്കിൽ ഒരു ട്രാഫിക് നിയമങ്ങൾ അനുസരിച്ച് പൊതുനിരത്തുകളിൽ ബസ് ഷെൽട്ടറുകൾ ഉണ്ടാകണം. അതിന് സെഗ്രിഗേറ്റഡ് ആയിട്ടൊരു ബേ ഉണ്ടാകണം. ബസ്സുകൾ നടുവിൽ, റോഡിന്റെ നടുവിൽ കാരേജ് വേയിൽ നിർത്താതെ ഈ ബസ് ഷെൽട്ടറിനകത്തേക്ക് കയറാവുന്ന രീതിയിലേക്ക് ഒരു ബൈലൈൻ ഉണ്ടാക്കി പ്രത്യേകമായിട്ട് കയറ്റി നിർത്തി സുരക്ഷിതത്വം നമുക്ക് വളർത്തേണ്ടതായിട്ടുണ്ട്. അത് ബസ് ഷെൽട്ടറുകൾക്ക് വളരെ പ്രധാനപ്പെട്ട ഉത്തരവാദിത്തം ഉണ്ട്. അത് MLA-മാർക്ക് ചെയ്യാം, MP-മാർക്ക് ചെയ്യാം, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ചെയ്യാം. ഒന്നും വേണ്ട, വേറെ മറ്റൊരു ഗ്രൂപ്പുണ്ട്. അതായത് ഇപ്പൊ ആരെങ്കിലും ചെറുപ്പക്കാർ വണ്ടി ഇടിച്ച് മരിച്ച അവരുടെ ഒരു സ്മരണാർത്ഥം ഇൻഷുറൻസ് പരിരക്ഷ കോമ്പൻസേഷൻ കിട്ടുന്ന തുക കൊണ്ട് 5 ലക്ഷം രൂപ കൊടുത്തു കഴിഞ്ഞാൽ ഒരു മരിച്ച ആളുടെ പേരിന്റെ മെമ്മോറിയലായിട്ട് ഒരു ബസ് ഷെൽട്ടർ നമ്മൾ കേരളം പിടിപ്പിക്കുകയാണെങ്കിൽ ആയിരക്കണക്കിന് ബസ് ഷെൽട്ടറുകൾ നമുക്ക് പിടിപ്പിക്കാൻ പറ്റും. അതിനൊക്കെ സർക്കാരും ജില്ലാ ഭരണകൂടവും മുന്നോട്ട് വരണം. അത്തരം പ്രവൃത്തികൾ നമ്മൾ ഇനിഷ്യേറ്റീവ് എടുത്തേ മതിയാവും. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.